കളമശ്ശേരി TVS കവലയിൽ കൺകോർക്ക് ഹൗസിന്റെ ജനറേറ്റർ റൂമിന് തീപിടിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. വൻ അപകടമാണ് ഒഴിവായത്. കെട്ടിടത്തിന്റെ മുകളിൽ വെൽഡിംഗ് ജോലിക്കിടെ തീപ്പൊരി വീണ് തീപിടിച്ചതാകാം എന്നാണ് സംശയം. ജനറേറ്ററിനുള്ളിൽ റബ്ബർ ഭാഗം കത്തിനശിച്ചു. ഏലൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. അവിടെ ചായ കുടിച്ചോണ്ടിരിക്കണായിരുന്നു. ഓടി വന്നപ്പോഴേക്കും അവിടെ സൈഡിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കണായിരുന്നു. ഈ സൈഡിലല്ലേ? അപ്പോഴാണ് ആ ബിൽഡിങ്ങിന്റെ ആൾക്കാർ പറഞ്ഞ പോളി കാർബണേറ്റ് ഷീറ്റ് കത്തിയതാന്ന് പറഞ്ഞു. ഫയർഫോഴ്സിന് വെച്ച് 3 വണ്ടി ഒന്ന് പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ അപകടമൊന്നുമില്ലല്ലോ? ഇല്ലാന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആൾക്കാരൊന്നും ഉണ്ടായില്ല? ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി സാധനം മാത്രം പോയില്ല. അടുത്ത ഒന്നുകൂടെ കിട്ടുന്നില്ല. ജനറേറ്റർ റൂം തീ പിടിച്ചാണ് ആ കാണുന്നത്. ജനറേറ്റർ റൂം തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂള് എന്ന് പറയുന്ന KMBRL
ആ ചട്ടപ്രകാരമാണ് ആ ബിൽഡിംഗ് പണിതേക്കണത്. നിങ്ങൾ നോക്കി, ഫയർഫോഴ്സ് NOC കൊടുക്കണോ? 6 നില ബിൽഡിങ്ങിന് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആകുമ്പോൾ മാൻഡേറ്ററി ആയിട്ട് അതിന് NOC വേണോ? ഫയർ NOC വേണോ? ഫയർ NOCക്ക് ആ ബിൽഡിങ്ങിൽ എവിടെയെങ്കിലും വണ്ടി കയറുമോ? നിങ്ങളൊന്ന് നോക്കി. നിങ്ങൾ പോകാതെ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ആ ഹെൽമെറ്റ് ഇരിക്കണതിൻ്റെ അപ്പുറത്തോട്ട് ഇത് ഇത്രയും നീളമല്ലേ ഉള്ളൂ അല്ലേ? ഇത്രയും നീളമല്ലേ ഉള്ളൂ. നോക്ക്, അവിടെ നിന്ന് എന്തോരം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി. എന്നിട്ട് അനധികൃത കെട്ടിട നിർമ്മാണം നടത്തിക്കൊണ്ട് എല്ലാ തവണയും ഇത് തന്നെയാണ് കളമശ്ശേരി മുനിസിപ്പാലിറ്റി കൃത്യമായിട്ട് അങ്ങോട്ട് നിയമലംഘനം നടത്തും. എന്നിട്ട് പറയും ഞങ്ങളത് പരിശോധിക്കുമ്പോൾ ഉണ്ടായില്ല, ആന ഉണ്ടായില്ല, ചേന ഉണ്ടായില്ല എന്ന് പറയും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുമാര് പറയുന്നത് വാ നമുക്ക് കാണിച്ചു തരാം, വാ ഞാൻ കാണിച്ചു തരാം, നിങ്ങോട്ട് വാങ്ങുന്നത് നിങ്ങോട്ട് ഇത് നോക്കിയേ, ഇവിടെ നിന്ന് എൻ്റെ കൈ നോക്കിയതേ തൊട്ട് കണ്ട എന്തോരം ഉണ്ട്. ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോകാൻ പറ്റും. നോക്കി നിങ്ങൾ നോക്ക്, ഇതേ അവിടെ ആള് കയറാണ്ട് ഇതേ മതിൽ പൊളിക്കണണ്ട, നോക്കിക്കോ. നിങ്ങൾ നോക്ക്, കണ്ട ഇതിനെയാണ്. എന്നിട്ട് ഇവർ പറയും ഇവരൊക്കെ തന്നെ അഴിമതി കാണിച്ചിട്ട് ഇവരൊക്കെ തന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് വരും. ഇത് തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് പല ബിൽഡിങ്ങുകളും കത്തുന്നതും നാശനഷ്ടം ഉണ്ടാവുന്നതും. ഒരാൾക്ക് ആ ചെറിയൊരു തീ കണ്ടപ്പോൾ ഒരാൾക്ക് അത് കയറി വരാൻ പറ്റുമോ? ഈ കണ്ട 3-4 വണ്ടികൾ ആ റോഡ് മുഴുവൻ ബ്ലോക്കാക്കിയോ? ഇതിൽ കയറും. നിങ്ങൾ പറഞ്ഞതേ ഇതിൽ പോകാൻ പറ്റുമോ? ഇതിൻ്റെ ബാക്ക് നോക്ക്, ഇതിൽ പോകാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഒരാൾക്ക് പോകണോ? ഇത്രയും ഫയർഫോഴ്സ് ചെറിയൊരു തീക്ക് ആ ഫയർ കുറ്റി വെച്ച് ഒരെണ്ണം അടിക്കാനല്ലേ ഉള്ളൂ. എന്തേ പറ്റൂല. അനധികൃത നിർമ്മാണങ്ങൾക്ക് ഒത്താശ ചെയ്യണം ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് നമ്മുടെ നാടിൻ്റെയൊക്കെ ശാപം. എന്നിട്ട് 100 വണ്ടിയല്ല 10,000 വണ്ടി വന്നാലും ഞാനൊന്നും പറയൂല. ഞാൻ ഒരു കാര്യം പറയൂല. കാരണം ഇതുപോലെയുള്ള അഴിമതിക്കാരെയൊക്കെ ആദ്യം തേനേന്ന് പിരിച്ചു വിടണം. എന്നിട്ട് ഇവൻ്റെയൊക്കെ തലപ്പത്തേക്കണവൻ NOC ഇതെൻ്റെ പോക്കറ്റിലേക്ക് എന്ത് വീഴുമെന്നും ചോദിച്ചുകൊണ്ട് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾക്ക് തീ പിടിക്കുമ്പോൾ കെടുത്താൻ പറ്റാണ്ട് 100, 500, 1000 ഫയർഫോഴ്സൊക്കെ വന്ന് കിടക്കണത് ഇതേപോലെ. നിങ്ങൾ ചോദിച്ചു നോക്കാം അവനോട്, അത് പൊളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ഇത് തീ പിടിക്കുമ്പോൾ എല്ലാ വർഷവും NOC പുതുക്കി കൊടുക്കണ്ടേ? NOC പുതുക്കി കൊടുക്കുമ്പോൾ അതിന് വിളിക്കേണ്ടി വരും. അതിനകത്ത് ഇതിലാണ് വണ്ടി കയറിയത്. വണ്ടി കയറിയോ? ഒരാൾക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റുമോ? പറ്റിയില്ലോ. ഇത് അടുത്ത വണ്ടി വന്നു നോക്ക്. എവിടെ ഇതിനൊക്കെ കൃത്യമായിട്ട് പോലീസ് FIR ഇട്ട് അവരുടെയൊക്കെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണ്ടേ? കൂട്ടുപ്രതികൾ ആരൊക്കെയാ? ഫയർഫോഴ്സ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയുടെ പേരിൽ എടുക്കണം, AEയുടെ പേരിൽ എടുക്കണോ, AXയുടെ പേരിൽ എടുക്കണം. ഇതിന് ഒക്യുപ്പൻസി കൊടുത്ത എല്ലാവരുടെയും പേരിൽ കേസ് എടുക്കണ്ടേ? ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസ് എടുക്കണ്ടേ? എടുക്കാത്തതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ? നിങ്ങൾ 1 വർഷം കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് നോക്കും. ഇവരെല്ലാവരും കൈക്കൂലി മേടിച്ചിട്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന പ്രത്യേക സ്നേഹമാണ് എല്ലാവർക്കും. കാരണം എല്ലാവർക്കും നല്ലപോലെ കിട്ടുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ പരിധിക്കകത്ത് സേവനം അനുഷ്ഠിക്കാൻ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഭയങ്കര ആത്മാർത്ഥമായിരിക്കും. നിങ്ങൾ പോയി നോക്ക്. സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിച്ചാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീയണക്കാൻ സാധിച്ചത്. ഇതുമൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. അവധി ദിവസമായതിനാൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ന്യൂസ് 95 കളമശ്ശേരി.